നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉത്സവകാലത്തെ വൈദ്യുതാപകടങ്ങൾ ഒഴിവാക്കാൻ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് KSEB വിവിധ ആരാധനാലയങ്ങളിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന കെട്ടുകാഴ്ചകൾ, വിളക്കുകെട്ടുകൾ, കമാനങ്ങൾ എന്നിവയിൽ വൈദ്യുതി ലൈൻ സ്പർശിച്ചുള്ള അപകടങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിലാണ് അറിയിപ്പ്. കെട്ടുകാഴ്ചയുമായി ബന്ധപ്പെട്ട് ലൈനുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ അതാത് സെക്ഷൻ ഓഫീസറുകളിൽ മുൻകൂറായി നൽകിയാൽ മാത്രമേ ആവശ്യമായ സജ്ജീകരണങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. കെട്ടുകാഴ്ചകളുടെ എണ്ണം, ഉയരം, ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുക എന്നീ വിവരങ്ങൾ കൃത്യമായി നേരത്തെ തന്നെ അറിയിക്കേണ്ടതാണ്. ഉത്സവവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കെട്ടുകാഴ്ചയ്ക്കുമായുള്ള അപേക്ഷകൾ ക്രോഡീകരിച്ച് ആരാധനാലയങ്ങളുടെ ഭാരവാഹികൾ സെക്ഷൻ ഓഫീസുകളിൽ എത്തിക്കണം. അപേക്ഷകളിൽ പറഞ്ഞിട്ടുള്ള ഉയരത്തിലും വഴികളിലും മാറ്റം വരുത്താൻ പാടില്ല. സമീപകാലത്ത് ജീവഹാനി ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലൈനുകളിൽ നിന്നും നിശ്ചിത അകലം പാലിച്ചു മാത്രമേ ഇവ നടത്താവൂ എന്ന നിർദ്ദേശം നിലവിലുണ്ടെങ്കിലും പലപ്പോഴും അവ പാലിക്കപ്പെടുന്നില്ല. ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കെട്ടുകാഴ്ചകൾ, വിളക്കുകെട്ടുകൾ, കമാനങ്ങൾ എന്നിവ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമ്പോഴും ലൈനുകൾ അഴിച്ചുമാറ്റുമ്പോഴും ഉത്സവം നടക്കുന്ന സ്ഥലത്തും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. ഇതുകാരണം ജനങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ജീവനക്കാർ അനുഭവിക്കുന്നത്. മുൻകൂട്ടി കൃത്യമായ വിവരങ്ങൾ കൈമാറിയാൽ വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം പരമാവധി കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയും. കെട്ടുകാഴ്ച പകൽ സമയത്തേക്ക് ക്രമീകരിച്ചാൽ വൈദ്യുതി തടസ്സം മൂലം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൈദ്യുതി ദീപാലങ്കാരങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാതെ നടത്തുന്നത് കാരണമുള്ള അപകടങ്ങളും ഏറി വരികയാണ്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വൈദ്യുതി ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള മുൻകരുതലുകൾ കർശനമായി പാലിക്കണമെന്നും വൈദ്യുതി ബോർഡ് മുഖ്യ സുരക്ഷാ കമ്മീഷണർ അറിയിച്ചു.